എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രജനി വ്ളോഗിൻ്റെ വേറൊരു എപ്പിസോഡാണ് ഇന്ന്. ഇത് കേരളത്തിലാണ്. ഡൽഹിയിൽ നിന്ന് 2 ദിവസം ഇന്നലെയാണ് വന്നത്. രാവിലെ വീട്ടിലെത്തിയത്. ഇതാണ് ഞങ്ങളുടെ വീട്. വീടിൻ്റെ മുൻവശത്തുള്ള പാടം. നമ്മുടെ മനോഹരമായ കൃഷിത്തോട്ടം, ചെടിത്തോട്ടമാണിത്. അധികം പേരിപ്പില്ല. ഇതിൽ അറിയണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല. ഇതിലധികം ഇല്ല. ഇതൊക്കെ ബോഗൺ വില്ലകളാണ്. വെള്ള, പീച്ച്, പിന്നെ ഒരു റോസ്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് അസോള. എത്ര അസോള? പായലാണിത്. പായൽ പായൽ വെള്ളത്തിൽ വന്നതിൽ മണ്ണൊന്നും വേണ്ട. വെറും വെള്ളത്തിൽ എത്ര ഒരു തരം പായലല്ലേ അത്? അസോള എന്ന് പറയുന്നൊരു സംഗതിയാണ്. താമരനെ കുറിച്ച് പൊന്തി നിൽക്കുന്ന സാധനം അതുണ്ട്. വേര് തന്നേക്കണ പിന്നെ വേര് ഉണ്ട്. ഇതേപോലെ വരും. ആ വേരിൻ്റെ മുകളിലാണ് പൊന്തി വരുന്നത്. ഇത്രയും വേരാണ് ഇതിന്, ഈ ഒരു ചെടിക്ക്. മുടി പോലെ ഇരിക്കണല്ലേ? ഇനി ഇതുണ്ട തൈ വന്നേക്കണം ഇതിൻ്റെ മുകളിൽ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ വെറും ഇതൊക്കെ വെറും വെള്ളത്തിൽ ഇട്ടാൽ മതിയാണ്. ഒന്നും ചെയ്യണ്ട അതിന്. ഇത് ഒരെണ്ണിട്ടതാ ഇത്രയായത്? ഒരെണ്ണിട്ടത്. അതിൻ്റെ അങ്ങനെ ഉണ്ടാകുന്നതാ. അവിടെ ഉണ്ടായിരുന്ന കേട്ടോ. അവിടെ ഈ തവളകളൊക്കെ നശിപ്പിച്ചിട്ടേ. ഞാൻ കൊണ്ടുപോയി ഉണ്ടാവോ? വീടിനകത്തുണ്ടാവോ? വെയിൽ വേണോ? വെറുതെ ഒരു ബേസിനിൽ ഇട്ടാൽ മതി വെള്ളം. വെയിൽ വേണോ? വെയിലിടയ്ക്ക് നമ്മൾ ഒഴിവുള്ള സമയത്തൊന്ന് വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി. ഒരെണ്ണം പോകുമ്പോൾ കൊണ്ടുപോകാം. ഡൽഹിയിൽ പോയി പരീക്ഷിച്ച് നോക്കാം വീട്ടിലുണ്ടാവുമോ. അത് ഒരു ബേസിനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ വെള്ളം മാറ്റും കൂടി വേണ്ട. ഇവിടെ തെച്ചി, ചോന്ന തെച്ചി. അതിനുള്ള മുല്ല നിൽക്കണ്ട് കേട്ടോ. അവിടെ ഒടിച്ച് നിൽക്കുന്നുണ്ട് മുല്ല. കൊല്ലം കുറവാ മുല്ല. മുല്ലപ്പൂ പ്രാവശ്യം കുറവാ. പാല കെട്ടി കൊടുത്തായിരുന്നു. നിറച്ചുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പൊ ഈ വെയില് കൂടിയിട്ടാണോ എന്തോ അറിയില്ല. വെയില് വേണം. ഇടമഴ കിട്ടണേ. ഇടമഴയൊന്നും കിട്ടാത്ത കാരണം നല്ല മഞ്ഞപ്പൂ. പാടത്തൊക്കെ ചെടികളാണ് കേട്ടോ. നമ്മുടെ പാടത്തൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ മുൻവശത്തെ വീടിനാണ്. നിറച്ച് പാടത്തിന്റെ അവിടെ മുഴുവൻ ചെടികളാ. ഇത് നാളേക്ക് വിരിയാണ് മുട്ട. ഇത് വിരിഞ്ഞത്. വെച്ചോ ഒന്ന് കൊണ്ടുപോവാ. ഇതൊന്ന് നാളേക്ക് വിരിയട്ടെ ഈ മുട്ട. ഈ മുട്ട വിരിയും നാളേക്ക്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഒറ്റ ചെമ്പരത്തി ഇടുന്നതാണോ? 5 തള്ളുള്ള ചെമ്പരത്തി. അതിൻ്റെ ഉണ്ടയാണ്. ഉണ്ട ചെമ്പരത്തി. ഇതിൽ ഉണ്ടയിട്ട് ഉണ്ടാക്കണ നല്ല ഉണ്ടയിട്ട് നിറച്ച തള്ളുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ. വെറൈറ്റി ഇതിൻ്റെ തന്നെയാണ്. സെയിം മഞ്ഞ കളർ തന്നെ. പക്ഷെ 5 തള്ളായിരുന്നു. മറ്റേ ചോപ്പിൻ്റെ കൂട്ടിൽ തന്നെ ഇത് നേരത്തിട്ടില്ല. അതിൻ്റെ വേറെ വെറൈറ്റി കളർ. ഇത് വേറെ സൈസാണ് കേട്ടോ ചെമ്പരത്തി. മുട്ടാണ് നാളെ വിരിയും. അത് നാളെ വിരിയുള്ളത്. വിരിഞ്ഞിട്ടില്ല. നാളെ വിരിയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം. ഇന്നലെ ഇതിലൊരു ആമ്പല് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുട്ട് ഇത് വിരിയാൻ വരുന്നുണ്ട്. എനിക്കതിനെ കാണാനില്ല. കുറേ മുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ മുട്ട വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ മറ്റേ മുട്ട് ആവും. അപ്പോൾ അത് പൊട്ടുന്നു. അറിയുണ്ടാവാറുണ്ട്. ഇതിപ്പോൾ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ഈ മുട്ട ഇതൊക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ വരും.
വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ഇത് ചുവപ്പ് ആമ്പല. ഇതിന് മുട്ട് പൂവുണ്ടായിട്ട് കുറേ കാലമായി. എന്താണെന്നറിയില്ല, ഇതിൽ പൂവുണ്ടാവില്ല ഇപ്പം. ചുമപ്പ് ഉഷാറായിട്ട് വന്നേക്കും ചെടി. ഇത് മനസ്സിലായി എന്താന്ന്? വാട്ടർ പ്ലാന്റ് ആണ്. ഉണ്ട് മനസ്സിലായോ നിങ്ങൾക്ക്? പറയൂ. അവർക്ക് അറിയില്ല ഫ്ലഷ് ചെയ്യണ സാധനം. ഫ്ലഷ് ചെയ്യണ കേടുന്നപ്പോ ഞാനത് കളഞ്ഞില്ല. ഫ്ലഷ് ടാങ്കിന്റെ എന്തോ ഒരു ഐറ്റം ആണ്. ഇത് എടുത്തിട്ടാണ് ആള് ചെയ്തിരിക്കുന്നത്. അത് കളഞ്ഞിട്ടില്ല. വെള്ളം വരിക. പിന്നെ ഇത് മോപ്പ്, നമ്മുടെ തുടയ്ക്കുന്ന മോപ്പിന്റെ അത് കേട് വന്നപ്പോ അത് വള്ളിയൊക്കെ കെട്ടിയ ആള് അതൊരു ചെടിച്ചട്ടിയാക്കി ഉപയോഗിച്ചു. അങ്ങനെ ഒരൊന്നും കളയില്ല. കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ കളയാത്ത. ഏത് മണിപ്ലാന്റ്? അത് വെള്ളത്തിലിട്ടുണ്ടാവും. വെള്ളത്തിലുണ്ടാവുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഈ മണിപ്ലാന്റ് ആദ്യമായിട്ട് കാണും കേട്ടോ. അതങ്ങനെ ഡബിൾ കളർ ആയിട്ടുള്ളത്. അത് തയ്യില് വരും ഇങ്ങനെ. വലുതാവുമ്പോ പിന്നെ സിംഗിൾ കളർ ആയിട്ട് ഉണ്ടോ? അതെ, ഇത് വെറും പച്ച കളറായി. ഓക്കെ. അങ്ങനെ അതിങ്ങനെ അതിങ്ങനെ പടർന്നു പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഡബിൾ കളർ കൊടുത്താൽ പടർന്നു പോകും. ഓക്കെ. അവിടെ ഉണ്ട് പടർന്നത്, വലിയതുണ്ട് അവിടെ. ഇതൊക്കെ 4 മണിച്ച്. ഇതിൽ വേറെ പെട്ടത് വേറെ വെറൈറ്റി സാധനങ്ങൾ. 4 മണിച്ചെടിയുടെ കൂടുതൽ തന്നെ നിറയെ പൂവുണ്ടാവും. വെളിച്ചായ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് വെള്ളയുണ്ട്. ഇതാ മഞ്ഞ. അങ്ങനത്തത് മഞ്ഞ. ഇത് മഞ്ഞ 10 മണിച്ചെടി. ഇത് വയലറ്റ് കളറാ. ഇതിൻ്റെ തന്നെ വെള്ളയുണ്ട്. ഇത് ഓർക്കിഡാ തോന്നുന്നു. നമ്മക്ക് അങ്ങനെ പേരൊന്നും അറിയില്ല. അമ്മ കാണുന്നിടത്തുനിന്നൊക്കെ ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഓരോ ദിക്കുന്നത്. ഇത് മഞ്ഞ 4 മണിച്ചെടി. മഞ്ഞയാണത്. ഇത് മഞ്ഞയാ. അത് വംശനാശം വന്നു. ഞാൻ ഇവിടുന്നോ തയ്യോ കൊണ്ട് ഉണ്ടാക്കിയത്. അത് ഇനി ഉണ്ടായിട്ട് ഇനി നിറയെ ആക്കണം. ചുവപ്പ് നിറയുണ്ട്. ഇത് വേറെ തരം കളറുണ്ട്. ഇങ്ങനത്തെ കളറായിട്ടുള്ള 10 നാളെ വിരിയൂല്ലേ നമുക്ക്? ഇങ്ങനത്തെ 10 മണി ഓറഞ്ച് കളറ്. അതിൽ തുളസിയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറിച്ച് കളിയില്ല. അതാ തുളസിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൽ. അതൊന്നും ഞാൻ പറിച്ച് കളിയില്ല. അങ്ങനെ പിന്നെ ഇത് അവിടെ തന്നെ ഉണ്ട്. പിന്നെന്താ പറയുക, ജർബറ. ഇതാണ് ജർബറ എന്ന് പറയുന്നത് സാധനം. ചുവപ്പ്. ഇതിൽ നിറയെ തയ്യൊക്കെ മുളച്ചിട്ടുണ്ട്. ഞാൻ വളരുമ്പോൾ അതിൽ വിത്ത് വിട്ട് മുളയ്ക്കണ്ട. ഓമക്കായുടെ തോലൊന്നും ഞാൻ കളയില്ല. അതിൻ്റെ തയ്യാണ് അതൊക്കെ മുളച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ വെറൈറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ മഞ്ഞൊക്കെ. ഇതിൻ്റെ മഞ്ഞ ഉണ്ട് ഇവിടെ. അതുപോലെ പൂവുണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ കളർ വെച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ പൂവുണ്ടായിട്ടില്ല. പൂവുണ്ടാവുന്നേ ഉള്ളൂ. ചെടി 10 മണിച്ചെടി കുറേ ഉണ്ട്. വെറൈറ്റി ഉണ്ട്. ഒരു 4-5 കളറുണ്ട്. ഇതൊക്കെ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ വെച്ചേക്കണ്ട കേട്ടോ. ഇതിൻ്റെ പാത്രത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അത് കളഞ്ഞില്ല. ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പിറന്നാളിൻ്റെ. അപ്പം അതിൻ്റെ ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കളക്ഷൻ ചെയ്തു. എന്നിട്ട് അതിലൊക്കെ ചെടികൾ വെച്ചേക്കുക. ഒരു പാത്രം കളയില്ല. ഞാൻ കാണിച്ചു തരാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ ഒട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിന് പശയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരാളെ നമുക്ക് ആശ്രയിക്കണം. ഞാനങ്ങനെ പുറത്തേക്ക് പോകുന്ന ആളൊന്നുമല്ലോ. അപ്പോൾ ഇവള് വന്നപ്പോൾ ഇനി അതിന് പശയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇത് തരം കോഴിക്കൂക്കൻ. ഇത് പല കളറുണ്ടായിരുന്നു. 3 കളറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേനൽക്കാലം വേറുണ്ട്. കുറച്ചുണ്ടായിട്ടുള്ളൂ ചെടി പൂവ്. ഇത് മഞ്ഞ. ഇങ്ങനത്തെ ചുവപ്പ് ഉണ്ടായിരുന്നു. ചുവപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാനല്ലോ. ഇത് ഉണ്ടായിരുന്നല്ലോ. ഇത് വേറെ കളറ് വെറൈറ്റി. ഇത് വേറെ ചെടിയാട്ടോ. ഇത് വേറെയാണ് ചെറി. ഇത് വേറെ കളറ്. ഇത് ചുവപ്പ് കൂടുതൽ. ഇത് വൈലറ്റ്. റാണി കളർ. റാണി ആരാവോ. ഇതാ ഇത് വേറൊരു കളറ്. ഇത് പീച്ച് കളർ. ഇതാ യെല്ലോ. ഇത് ഇളം വൈലറ്റ് കൂടുതൽ. കുറേ കളക്ഷൻ ഉണ്ട്. 1 2 3 4 പിന്നെയുണ്ട് 5 കളറുണ്ട്. ഒരു വെള്ളയുണ്ട്. അതിലുണ്ട് വെള്ളയമ്മിൽ പൂവുണ്ടായിട്ടില്ല. ഇത് അതിൻ്റെ വെള്ളയുടെ നമ്മുടെ സംശയമൊക്കെ. ഇത് വെള്ളയുടെ മുട്ട ഉണ്ടായിട്ടില്ല. ഇത് വിരിഞ്ഞിട്ടില്ല. അത് വെള്ളയുണ്ട്.
ഇപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ അവിടെ ചേർന്നിട്ട് ഇതേ അമ്മ ഇവിടെയൊക്കെ നിറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഒക്കെ ഇലച്ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നിറച്ച് ഇലച്ചെടികൾ. ഓണത്തിന് നമുക്ക് ഇവിടെ നിന്ന് കുറേ കാശിത്തുമ്പോ ഇവിടെ നിന്നാണ് ഞങ്ങൾ പൊട്ടിച്ച് കാശിത്തുമ്പോ നിറച്ചിട്ട്. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ഓണത്തിന് ഉണ്ടായിരുന്നില്ലേ, കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഓണത്തിനുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. കുറേ പൂവ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അമ്മ ഒന്നും കളയില്ല. ഓണത്തിനൊക്കെ ആയിട്ട് മുൻകൂട്ടി ഇതൊക്കെ ഉണ്ടാക്കി വെക്കും. ആളൊന്നും കളയില്ല. നിറച്ച് കരിവേപ്പില തൈകളാണ് കേട്ടോ ഇവിടെ. നിറച്ച് ചെറിയ ചെറിയ തൈകളുണ്ടായിട്ടുണ്ട്. വാട്ടർ പ്ലാന്റിന്റെ ഇല ഉണ്ട്. വരുന്നത് ഏറ്റവും നല്ല നമ്മളിപ്പോൾ ഈ കിഡ്നിയുടെ ഇതിന് എന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ ഉണ്ണിപ്പീട്ടിയുടെ നീര് ധാരാളം കുടിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കുത്തി പിഴിഞ്ഞിട്ടുള്ള നീര് വെറും വയറ്റിൽ പല്ലുമ്മിൽ തട്ടാതെ കഴിക്കണം. നമ്മൾ വായിലേക്ക് ഒഴിക്കുക, ഇറക്കുക, അതേ പാടുള്ളൂ. അത് നിരന്തരം അങ്ങനെ വിടാതെ കഴിക്കാനൊന്നും പാടില്ല. കുറച്ച് കഴിക്കുക. കുറച്ച് ദിവസം കഴിച്ചാൽ പിന്നെ കുറച്ച് ദിവസം നിർത്തുക. പിന്നെ ദിവസം കഴിക്കുക. കല്ലിന കിഡ്നിയിലുള്ള കല്ലുകളൊക്കെ കല്ലുരുക്കി പോകുന്ന എല്ലാ കല്ലുകളും അതിന് പേര് കല്ലുരുക്കി. ഈ ചെടിക്ക് തന്നെ കല്ലുരുക്കുന്ന പേര്. നമുക്ക് കുറെ ആയുർവേദ മരുന്നുകളെ പറ്റി പറയാം. നമ്മുടെ കുറെ ഗാർഡനിൽ കുറെ ആയുർവേദ ചെടികളും അമ്മ വിൽക്കുന്നുണ്ട്. അമ്പൂർ എണ്ണ കാച്ചല് മരുന്നുകൾ ഉണ്ടാക്കലൊക്കെ എക്സ്പെർട്ടാണ് അമ്മ. എണ്ണ കാച്ചി ഇപ്പോൾ വയ്യാത്ത കാരണമാണ്. തിരിച്ചു പിഴിയാനൊന്നും വയ്യാത്ത കാരണമുണ്ട്. എന്നാലും എങ്ങനെയും മിക്സിയിലൊക്കെ അരച്ച് ഞാൻ തേക്കാനുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കും. കുട്ടികൾക്ക് വെന്ത വെളിച്ചെണ്ണ അതുണ്ടാക്കാട്ടാ. വെന്ത വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ. എൻ്റെ കൊച്ചു പേരക്കുട്ടികളൊക്കെ ഞാൻ വെന്ത വെളിച്ചെണ്ണയാണ് തേപ്പിച്ചേക്കുന്നത്. നാളികേരം വെന്തെടുത്തിട്ട് നമുക്ക് അതൊരു വീഡിയോ ഉണ്ടാക്കി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. ഒറിജിനലായിട്ട് വെന്ത വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാം. സുഖമായിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ പലതരത്തിലും ഉണ്ടാക്കേണ്ട ഇപ്പോൾ ആൾക്കാർ. പക്ഷെ നമ്മുടെ ഇതിലുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. ആൾക്കാരിപ്പോൾ വേറെ തരത്തിലൊക്കെ ഉണ്ടാക്കേണ്ടത് നിറയെ വിട്ടിട്ട് നോക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ അമ്മയുടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ വേറെ തരം ചെമ്പരത്തിയ അല്ലേ ഞങ്ങളും കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഒന്നും അധികമൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 18-19 വയസ്സ് വരെ എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ് പോയി. ഇനി പഠിക്കാൻ സമയമായിട്ടല്ലോ. ഞാൻ എൻ്റെ അമ്മയുടെ ഇത് പഠിച്ചതാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചു. അമ്മയുടെ നിന്ന് ഞാൻ കുറച്ച് പഠിച്ചു. എനിക്ക് മുഴുവൻ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് പറയേ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. അതുമാതിരി കൺമഷി ഉണ്ടാക്കണത് കൂട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഒന്ന്. എന്നാലേ നമുക്ക് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലമ്മേ. അനിയത്തി അവൾക്കറിയാല്ലേ, മഞ്ജുവിനെ അറിയാല്ലേ. അനിയത്തിക്കൊക്കെ അറിയാം. അവരിന്ന് ഇവിടെ ഉള്ളത് തന്നെ ഇവരുടെ ഇടയ്ക്ക് കാണുമല്ലോ. കുട്ടികൾക്കൊക്കെ തേക്കാനൊക്കെ കൺമഷി എഴുതാൻ അമ്മ ഉണ്ടാക്കിയ കൺമഷിയാണ് അവർ കൊണ്ടുപോകുക. കൽപ്പൂരം കേൾക്കണ്ടോ. ഞാൻ ചെറിയ കുട്ടികൾ ഞങ്ങളെയൊക്കെ പൂവാങ്കുറുന്നല്ലോ. അങ്ങനത്തെ ഇതേപോലെ തന്നെ ചോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മഞ്ഞ കപ്പഴമുളൊക്കെ മഞ്ഞ പഴകൾ വരില്ലേ, അതിന് ഈ ചെണ്ടുമല്ലി നിറയെ വെച്ച് കൊടുക്കുക അതിൻ്റെ ഇടയിൽ, കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ മഞ്ഞ ഈ പുഴുക്കളുടെ ശല്യം, മഞ്ഞച്ചറ അധികം ശല്യം ഉണ്ടാവില്ല. ഇത് മഞ്ഞ തന്നെ വെക്കണം. ചുവപ്പ് വെച്ചാൽ പറ്റില്ല, മഞ്ഞ തന്നെ വെക്കണം. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. മഞ്ഞ വെച്ചാലേ ആ ചെടി അതിനെ ആകർഷിക്കുള്ളൂ. നമ്മൾ മഞ്ഞൾ കെട്ടിയിട്ട് വെള്ളം കണചട്ടയിൽ കെട്ടിയിട്ട് അങ്ങ് തൂക്കും. അതില്ല, അതിന് പകരമാണ് നമ്മൾ ഈ മഞ്ഞ ചെണ്ടുമല്ലി വയ്ക്കുന്നത്. പിന്നെ പൂടാനും വലിയേറ്റിന് നല്ലത് തന്നെയാണ്. പൂടാനൊക്കെ നല്ലതാണ്. പൂടാനും കഴിഞ്ഞ ഓണത്തിൽ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പൂട്ടായിരുന്നു. ഇതിന്റെ അരിച്ചെണ്ടുമല്ലിയാണോ അത്? എതള് തുരുതുരേനുള്ള ഇതളാണ്, വലിയ ഇതളല്ല. ഇപ്പം ഞാനിപ്പോൾ അന്ന് വേനൽക്കാലത്ത് നനയുള്ളതിക്ക് തയ്യൂന്ന് വെച്ചത് മാർക്കറിൻ്റെ വെച്ചിട്ട് വിത്ത് മാർക്കറിൻ്റെ വെച്ചിട്ട് കേൾക്കണോ? കണ്ടോ?
തൃശ്ശൂർ ഭാഷ തോന്നുന്നുണ്ട് കേട്ടോ. മാർക്ക് കയറണ്ടെന്ന് പറഞ്ഞാൽ വിത്ത് കിട്ടാണ്ടേ ആവില്ലെന്ന് വെച്ചിട്ടാണ് അടുത്ത കൊല്ലത്തേക്ക് പാവാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. ആ അതിനൊക്കെയാണ് ഇവിടുത്തെ ഭാഷയിലൊക്കെയാണ് അമ്മ പറയണത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ നമ്മുടെ ഭാഷ കേട്ട് വളരണ ഞങ്ങൾക്കറിയാം. വംശനാശം ഉണ്ടാവില്ല എന്നാണ് പറയണത്. വിത്ത് ഇവിടെ പാവട്ടെ. നിറച്ച് വിത്തുണ്ട്. ഞാനിവിടെ പാവാൻ പോവാണ്. അപ്പോൾ ഉണ്ടാവും. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത തൈക്കൾ പാവാറാവും. ഇതിൻ്റെ ചെടിപ്പൂവ് കഴിയുമ്പോഴേക്കും അടുത്ത ചെടി നമുക്ക് ഇവിടെയൊക്കെ തന്നെ നട്ടു കൊടുക്കാം. അപ്പം മഴയൊക്കെ പെയ്താൽ അപ്പോൾ നല്ലോണം ഉണ്ടാവും മഴ പെയ്യുന്ന സമയത്ത്. ചെടികളൊക്കെ ഞാൻ ഇതിൻ്റെ ചിലക്കുണ്ട്. റോസറ്റിൻ്റെ ഇതൊക്കെ റോസറ്റ് ഫ്ലഷ് ഫ്ലഷിൻ്റെ ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെടി വെച്ചപ്പോൾ നന്നായി വന്നു. അവരുടെ നമ്മൾ പറഞ്ഞാൽ പാടുന്നത് മരുന്നിൻ്റെ മണ്ണിട്ട് വെച്ചു കളഞ്ഞില്ല. എന്നിട്ട് അത്ഭുതം ഫുട്ബോളിൽ ചെടി വെച്ചു. ഫുട്ബോളിൽ ചെടി വെച്ചിട്ടുണ്ട്. ചെടി വെച്ചേക്കും ചകിരി നിറച്ചിട്ട് അമ്മ ഫുഡ് വാൾവിൽ വെച്ചിരിക്കണുണ്ടോ ചെടി? അതിൽ വെച്ച് ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നും കളയില്ല കേട്ടോ അമ്മ, ഒരു സാധനം കളയില്ല. എല്ലാത്തിലും ചെടികളാണ്. ഫുഡ് വാൾവ്, തുടയ്ക്കുന്ന മോപ്പ്, ഇത് പിടിക്കൂ. ഒന്നും കളയില്ല.